എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് സൗദിയിൽ വന്ന് അങ്ങനെ പ്രഗ്നൻ്റ് ആയി 6 മന്ത് ഇവിടെ നിന്ന് അങ്ങനെ ആള് നാട്ടിലോട്ട് പോയി. ആള് നാട്ടിലോട്ട് പോകുമ്പോൾ ആളെ റൂമിലുണ്ടായിരുന്ന കംപ്ലീറ്റ് കപ്സും എല്ലാതും എനിക്കിവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ. ഡെയിലി വെറൈറ്റി കപ്പ് കാണിക്കുമ്പം എനിക്ക് യൂസ്ഫുൾ ആണല്ലോ. അങ്ങനെ ആളെനിക്കിവിടെ കൊണ്ടുവന്ന് തന്നതാട്ടോ. ഈ കപ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കപ്പാട്ടോ ഇത്. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയൊരു കപ്പേനോ അത് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ എനിക്കിഷ്ടമായ ഒരു മെയിൻ സംഭവമാട്ടോ ഇത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായത്. ഇനി എൻ്റെ വരും വ്ളോഗിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും മെയിൻ താരങ്ങൾ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് കേക്ക് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇതൊന്ന് കേക്ക് ഈ കംപ്ലീറ്റ് കപ്പും കേക്ക് ഒരു സൈഡിലോട്ട് വെക്കണമല്ലോ. അത് വലിയൊരു ടാസ്ക് ആണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള സംഭവം ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് കേക്കൊക്കെ ഇഷ്ടമായിട്ടല്ല കേട്ടോ. ഈ കപ്പെല്ലാം കൂടി കണ്ടിട്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നല്ല ചെറിയ ക്യൂട്ട് കപ്പാണല്ലോ. അങ്ങനെ അത് കണ്ടിട്ട് ഇതൊക്കെ കേക്ക് നല്ല വൃത്തിയാക്കി നമ്മുടെ കബോർഡിൽ കയറ്റി വെക്കുന്നത് കാണാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്, അല്ലാണ്ട് കേക്ക് വെക്കാനുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ബേസിൽ വെച്ചിട്ട് ലിക്വിഡൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വൃത്തിക്ക് കേൾക്കാനുള്ള പ്ലാനിലാണ്. ചില കപ്പൊന്നും നമുക്കങ്ങനെ വല്ലാണ്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും നല്ല ക്ലീനാണ് കേട്ടോ. പിന്നെ എല്ലാ കപ്പും എടുത്ത് ഉപയോഗിക്കുന്ന അല്ലല്ലോ, ഇത്രയും കപ്പ് നമുക്ക് എന്തായാലും ഉപയോഗിക്കാനില്ലല്ലോ. അങ്ങനെ ഉപയോഗിക്കാത്ത കപ്പായിട്ടാണ് ചിലയിലൊക്കെ എന്തൊക്കെ പൊടിയൊക്കെ വന്നു പോയത്. അങ്ങനെ ഞാനിതാ കംപ്ലീറ്റ് ഇതൊന്ന് വേഗം സ്ക്രബ് ചെയ്ത് എന്നിട്ട് വേഗം വെള്ളം ഒഴിച്ച് കേൾക്കുന്നുണ്ടേനു. ഇത് ചെറിയ കപ്പായതുകൊണ്ട് അങ്ങനെ വലിയ കുറേ നേരം ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ കപ്പിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ചെറുതായിട്ട് എന്തൊക്കെയോ കുറച്ച് പൊടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ ചില കപ്പിൽ മാത്രം. ചില കപ്പ് നല്ല ക്ലീനുമാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിതാ ഓരോന്നും കേക്കിയിട്ട് സൈഡിലെ കൗണ്ടർ ടോപ്പിലോട്ട് എടുത്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ഞാൻ കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏറെക്കുറെ സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എങ്കിലും രാവിലെ എഴുന്നേറ്റല്ലേ, നല്ല വിശക്കലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനെന്താ നെക്സ്റ്റ് കലാപരിപാടിയിലോട്ട് നീങ്ങാനുള്ള പ്ലാനിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് സൺഡേ ആയിട്ടാണോ എന്നറിയില്ല, തണുപ്പായിട്ടാണോ എന്നറിയില്ല, എനിക്കിന്ന് നല്ല മടിയായിരുന്നു. അല്ലെങ്കിലും ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും ഉണ്ടാക്കാനുള്ള ഒരു മൂഡേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പഴമുണ്ട്, അതേപോലെ അവിലുണ്ട്, പാലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് അവിൽ മിൽക്ക് സെറ്റ്. അങ്ങനെ ഞാനിതാ അവിൽ മിൽക്ക് ഉണ്ടാക്കണേ. അപ്പോഴാണെങ്കിലും അവിലിട്ടപ്പം അതിൻ്റെ സൈഡിലൊക്കെ ഫുൾ ചിന്തിപ്പോയി. അങ്ങനെ ഞാൻ ചിന്താൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിലാട്ടോ. പിന്നെ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് അവലിട്ട് എന്നിട്ടും ചിന്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമാണല്ലോ. ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് എടുത്ത് കൊട്ടിയാൽ മതിയല്ലോ. കണ്ടില്ലേ, കൊട്ടിപ്പോത്തിന് കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്താ പഴം ഇട്ട് കൊടുത്ത്, അതേപോലെ അവലിട്ട് കൊടുത്ത്, പിന്നെ ആൽമണ്ട്സ് ഇട്ട് കൊടുത്ത്. എനിക്ക് ആൽമണ്ട്സ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് പിസ്ത ഇഷ്ടമാണ്, പക്ഷേ ആൽമണ്ട്സ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ അവൽ മിൽക്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ പാൽ എനിക്കിഷ്ടമല്ല. പക്ഷേ അവൽ മിൽക്കിൽ അതേപോലെ ജ്യൂസിലൊക്കെ പാൽ ഒഴിക്കുന്നത് എനിക്കിഷ്ടം. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഞാനിതാ ക്യാൻഡിലൊന്ന് കത്തിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോക്ക് ഒരു രസം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കത്തിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്യാൻഡിൽ ഈ അടുത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ക്യാൻഡിലിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. എനിക്ക് ആ സൈഡിലുള്ള ആ വൈറ്റ് ക്യാൻഡിലില്ലേ, അതിനേക്കാളും എനിക്കിഷ്ടമായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്മെല്ലാട്ടോ. അങ്ങനെ ഞാനിതാ അതൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ബാക്കി അവൽ മിൽക്കിൻ്റെ പരിപാടിയിലോട്ട് നീങ്ങുന്നത്. എന്നിട്ട് ഞാനിതാ ഇതിൻ്റെ മേലെ കുറച്ച് സ്ട്രോബെറീസൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിക്കുന്നുണ്ടേനെ. കാരണം ഒന്നായിട്ട് ഒഴിക്കാൻ കഴിയില്ലല്ലോ, കാരണം അതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇറങ്ങണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിക്കും, എന്നിട്ട് കുറച്ച് വേവിച്ചാക്കും, എന്നിട്ട് പിന്നെ ബാക്കി ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതാ ഈ ഗ്ലാസ് നിറയുന്നവരെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി സ്ട്രോബെറീസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ട്രോബെറീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഒന്നില്ലെങ്കിൽ സ്ട്രോബെറി ജ്യൂസോ അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ എപ്പോൾ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോഴും സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ചെറിയൊരു പുളി ഒക്കെ ഉണ്ടാവും, പക്ഷേ എനിക്കെന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൽ മിൽക്ക് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടായിരുന്നു.
ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിലെന്താ ഷുഗർ ഇട്ടിട്ടില്ലല്ലോ? ആക്ച്വലി ഞാനിതിൽ ഷുഗർ ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് പഴം നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ഷുഗർ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ അതിന് മാത്രം അങ്ങനെ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എങ്കിലും ഈ മധുരത്തിൽ തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പം നല്ലോണം മധുരം ഇടലുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും ഓവറായിട്ട് മധുരം ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര ഗുഡല്ലല്ലോ. അതുകൊണ്ട് ഞാനിതിൽ ഷുഗർ ഇടാണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഇടാണ്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ഞാനിതാ കുറച്ചായിട്ട് ഞാനിതേപോലെ 2 ആഴ്ചത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് വാങ്ങൽ. 2 ആഴ്ചത്തേക്ക് വാങ്ങിയാലും എനിക്ക് അതിലും കൂടുതൽ കിട്ടലുണ്ട് കേട്ടോ. കാരണം ഞങ്ങളാകെ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ മോനെ പിന്നെ കൂട്ടാത്തതാണ് നല്ലത്. ഓന് പിന്നെ അങ്ങനെ ഫുഡ് ഓളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓനക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായി തുടങ്ങിയിട്ടില്ല. കാരണം എന്ത് കൊടുത്താലും ഓനക്ക് വേണ്ട. ഓനാകെ ഇഷ്ടമുള്ളത് എന്താ, കുറച്ച് മുട്ടായി, ലേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓന് കാര്യമായിട്ട് ഇഷ്ടമുള്ളൂ. വേറെ എന്ത് സാധനം കൊടുത്താലും ഓന് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്ത് കൊടുത്താലും എനിക്ക് വേണ്ട ആ ഒരു മോഡാണ് ഓന്. അതുകൊണ്ട് ഞങ്ങൾ 2 ആൾക്കും ശരിക്കും പറഞ്ഞാൽ ഇത് 2 ആഴ്ചത്തേക്കും നല്ലിട്ടുണ്ടാവൽ, അതിലും കൂടുതൽ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് കുറച്ച് ബ്രോക്കോളിയും അതേപോലെ ക്യാരറ്റും, അവന് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ലവറൊന്നുമല്ല. പിന്നെ നമ്മൾ മാക്സിമം അങ്ങനെ കുത്തി തീറ്റിക്കണം. അങ്ങനെ ഓനക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറീസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇഞ്ചി, അതേപോലെ ക്യാപ്സിക്കം, ബ്രിഞ്ചോൾ, പിന്നെ 2-3 നാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മുളക്, പിന്നെ എന്തേനോ ഇഞ്ചി, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ കയ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ പയറാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം പയറാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോന് വേണ്ടിയിട്ട് കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തക്കാളി ഇതേപോലെ നമ്മളിവിടുന്ന് സൂക്ക് വാങ്ങൽ, അതുകൊണ്ട് ഇതേപോലെ ഒരു പെട്ടിക്ക് എടുക്കലാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ വേഗം കേടായി പോകും. അതുകൊണ്ട് വേഗം മാക്സിമം എടുക്കാൻ നോക്കലാണ്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ചെറിയ മത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ സാധനം, ഇതിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വെള്ളരിയോ അങ്ങനെ എന്തോ ആണ്, വെള്ളരിയോ എന്തോ അതിൻ്റെ പേരെനിക്ക് ഇപ്പോഴും അങ്ങോട്ടും മാറിപ്പോവും. വെള്ളരി, ചെരങ്ങ, വേറെ എന്തോ ഒരു സാധനമുണ്ട്, അത് എനിക്കെപ്പോഴും അങ്ങോട്ടും മാറിപ്പോവും. ഈ സംഭവങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടേനെ. അങ്ങനെ ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ചെയ്യാൻ ഈ അടുത്ത ഫോൺ വാങ്ങിയിട്ടുണ്ടേനെ, പക്ഷേ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ട് നമ്മുടെ മീൽ പ്ലാനാണ് കേട്ടോ. ഞാൻ ഈ ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളത് ഇതേപോലെ ഒരു പ്ലാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഞാൻ തുടങ്ങും, ഇന്നിപ്പോൾ എന്താ ഉച്ചത്തേക്ക് ഉണ്ടാക്കുക. രാവിലത്തെ പിന്നെ എനിക്ക് അത്ര വലിയ വിഷയമില്ല, കാരണം ഇക്കാക്ക് അങ്ങനെ രാവിലത്തെ ഫുഡിൻ്റെ ആവശ്യമില്ല, ആൾ കമ്പനി പോയിട്ടാണ് കഴിക്കുക. അതുകൊണ്ട് അതെനിക്ക് സീനില്ല. പക്ഷേ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, രാത്രി എന്തുണ്ടാക്കണം, ഭയങ്കര കൺഫ്യൂഷൻ. അതിന് തന്നെ വേണം അത്യാവശ്യം കുറച്ച് ടൈം, ഇന്നെന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് അത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനിതാ ഇന്ന് മൺഡേ ഏതൊക്കെ ഫുഡ്, അതായത് നാളെ എന്തുണ്ടാക്കണം, അതേപോലെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എല്ലാ ദിവസവും എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ച ഗ്ലാസ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഒന്ന് ഉണങ്ങി റെഡി ആയിട്ട് അത് നേരെ കബോർഡിലോട്ട് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് ഈ ടേബിളിലാട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിനെ. അതായത് ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നും തുടച്ച് ഈ ടേബിളിൽ വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എനിക്കിതെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇങ്ങനത്തെ ചില വീഡിയോസിലൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഇങ്ങനത്തെ വാങ്ങണം എന്നൊക്കെ. ഇപ്പോൾ വാങ്ങാതെ തന്നെ എന്തെങ്കിലും വന്നിട്ട് അതും 2 എണ്ണം. എനിക്ക് ഇതിനേക്കാളും എനിക്കിഷ്ടമായത് മറ്റേതാട്ടോ. അതിൻ്റെ പ്രിൻ്റാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. എന്നാലും രണ്ടും എനിക്കിഷ്ടമായിരിക്കുന്നു.
പിന്നല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതേപോലെ കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ 1K ആയതുപോലും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ അത്രക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ജൂലൈയിലെങ്ങാനും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനും പറ്റില്ല, എടുക്കാനും കഴിയില്ല. പിന്നെ കുറേ ദിവസം ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ചാനലിനെ എഫക്റ്റ് ചെയ്യല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഒന്നിൽ കുക്ക് ചെയ്യുന്ന വീഡിയോസെങ്കിലും ഇട്ടിട്ട് അങ്ങനെ കുറച്ചായിട്ട് പോയതാണ്. എനിക്ക് ജസ്റ്റ് വ്യൂസൊക്കെ എൻ്റെ മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ജസ്റ്റ് 23, 76 അങ്ങനെയൊക്കെ വളരെ കുറവ് വ്യൂസ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറയില്ല, ഡിസംബർ മുതലാണ് ഞാൻ അത്യാവശ്യം ഇതിലോട്ട് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയത്. പക്ഷെ അപ്പം മുതൽ എനിക്ക് പഠിക്കാനൊക്കെ ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ എന്തായാലും റെഡി ആക്കണം. ഇന്ന് വരെ ഇനി ഇങ്ങനെ പോട്ടെ, തിങ്കളാഴ്ച മുതൽ ഞാൻ റെഡി ആവണമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്ക് പഠിക്കാനൊന്നും ഒന്നാമത് എനിക്ക് ടൈം കിട്ടുന്നില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുന്ന എൻ്റെതായ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് മോൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വീഡിയോ ഉണ്ടാക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ ഇക്കാകന്നെ ഫുഡ് കൊടുക്കൽ, ഡ്രസ്സ് വാഷ് ചെയ്യൽ, അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ അയച്ച് എനിക്ക് എൻ്റെതായ ഇതിന് പഠിക്കാനൊന്നും എനിക്ക് ടൈം തീരെ കിട്ടാത്ത പോലെ അയക്കുന്നു. അപ്പോൾ നാളെ ഒന്നും കൂടി കുറച്ചും കൂടി ഷെഡ്യൂൾ ചെയ്ത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈം കണ്ടെത്തണം. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി ഉണ്ടെങ്കിലും കൂടിയിട്ട് പക്ഷേ അൽഹംദുലില്ലാ എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം ഡിസംബർ മുതൽ ഞാൻ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടത് മുതൽ എനിക്ക് 1K വേഗമായി. അതേപോലെ എനിക്ക് വ്യൂസും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൂടി വന്നിട്ടുണ്ട്. ചില വീഡിയോസിന് ഇപ്പോഴും വ്യൂസ് കുറവാണ്, പക്ഷേ എന്നാലും ഗ്രോത്ത് ഉണ്ടല്ലോ. നമ്മുടെ നസ്ലിം പറയുന്ന പോലെ ഗ്രോത്ത് കാണുമ്പോൾ അഗെയിൻ നമുക്കൊരു സന്തോഷമാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഇടണം, ഇത്ര ഗ്രോത്ത് ഉണ്ടല്ലോ, സോ നെക്സ്റ്റ് വീഡിയോ ഇടണം എന്നൊക്കെ നമുക്ക് തോന്നും. എനിക്ക് ആദ്യത്തെ ആ ടൈമിലൊന്നും എനിക്കങ്ങനെ വീഡിയോ ഇടണമെങ്കിൽ ഇട്ടില്ലെങ്കിൽ വേണ്ട. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടും, കാരണം ഗ്രോത്ത് ഇല്ലല്ലോ. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ഗ്രോത്ത് ഇങ്ങനെ കുറച്ചായിട്ട് ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ, ആകെ ഒരു 1K അല്ലേ ആയിട്ടുള്ളൂ, പിന്നെ അതിന് മാത്രം വ്യൂസ് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് 1K 2K അല്ലേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് അതന്നെ വലുതാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് ആകെ കുറച്ച് വ്യൂസും കുറച്ച് സബ്സ്ക്രൈബേഴ്സും മാത്രമേ ഉണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടൻറ്റഡാണ്, സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഓൾമോസ്റ്റ് കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കപ്പ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒന്നുമില്ല, ജസ്റ്റ് പ്രിൻറ്റിങ്ങോ ഒന്നുമില്ല, ജസ്റ്റ് വൈറ്റ് കളർ, അതിൻ്റെ മറ്റേ ബോർഡർ പോലെ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ ആ ചെറിയ ഒരു ബോ വരുന്ന കപ്പില്ലേ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഞാൻ കിച്ചണിൽ കൊണ്ടുവച്ച് എന്നിട്ട് തന്നെ ഞാനിതാ കബോർഡിലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഈ ചെറിയ കപ്പൊക്കെ ഈ ഫസ്റ്റത്തെ ഈ കബോർഡിലോട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി മേലത്തെ കബോർഡിൽ വേറെയും കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ കബോർഡിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ സെയിം കളേഴ്സൊക്കെ ഒരു സൈഡിൽ ആക്കുക, അതേപോലെ ലൈറ്റ് കളേഴ്സൊക്കെ ഒരു സൈഡിൽ, അതാകുമ്പോൾ എടുക്കാനൊക്കെ സുഖമാണല്ലോ. അതായത് റെഡ് ഒക്കെ ഒരു ലൈനിൽ, അതേപോലെ ബ്രൗൺ, അതേപോലെ ബ്ലാക്ക്, ഡാർക്ക് കളേഴ്സൊക്കെ ഒരു സൈഡിൽ, പിന്നെ ഈ പേസ്റ്റൽ ബ്ലൂ ആയിട്ടൊരു കളറില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഈ സൈഡിൽ, അതേപോലെ പിങ്ക്, പിന്നെ ബാക്കി വരുന്ന വൈറ്റൊക്കെ ഒരു സൈഡിൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ എനിക്ക് കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അതായത് ഞാൻ പറയില്ല, നേരത്തെ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു കപ്പ് വേണ്ടിയില്ലേ, അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കപ്പല്ലേ, ഇത് ഞാൻ ഇതിൽ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചിട്ട് ഈ കപ്പ് ഇതിലോട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ. ഇത് 2 ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ കൊള്ളൂല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കുഴപ്പമില്ല, ഇതിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെയും കുറച്ച് ഗ്ലാസ് ഉണ്ടായിരുന്നു, അതും ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് കാര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ, and thanks for watching.